സഹോദരങ്ങളെ, അവിടെ ശിവലോത്ഭമായ ആ പട്ടുമെത്തകളില് അള്ളാഹു അനുവദിച്ച ഹലാലായ ആ ദിവസം അവൻ പങ്കുവെക്കും. ആ വാതിൽ കുറ്റിയിട്ടാൽ എപ്പോഴാണ് തുറക്കേണ്ടത്? അത് ഈ യുവദമ്പതികളാണ് തീരുമാനിക്കാറുള്ളത്, അല്ലെ? എന്നാൽ ഇനിയും നമുക്ക് ഇതുപോലെ ഒരു ദിനം വരാറുണ്ട്. അവരുടെ മരണത്തിന് അന്നത്തെ പകലാണ്, രാത്രിയാണ്. കല്യാണ ദിവസം കൂട്ടുകാരൻ കൊണ്ട് ചോദിച്ചില്ലേ എപ്പോഴാണ് പ്രിയാപ്പട, പിന്നെ എപ്പോഴാണ് പ്രിയാപ്പ പുറത്തു പോകുന്നതെന്ന്. അതേ കൂട്ടുകാരനെന്ന് മരണമാകുന്ന ദിവസത്തിനുണ്ടല്ലോ കൊണ്ട് ചോദിക്കുകയാണ്, എപ്പോഴാണ് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നത്? കല്യാണ ദിവസം നീ ഒറ്റക്കാണ് കുളിച്ചതെങ്കിൽ മരണമാകുന്ന ദിവസത്തിനുണ്ടല്ലോ നിന്റെ കൂട്ടുകാരന്റെ മയ്യത്ത് കുളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നീ പുതുവസ്ത്രം ധരിച്ച് സുഗന്ധം പൂശിയിട്ടുണ്ടെങ്കിൽ മരണമാകുന്ന ദിവസത്തിൽ പുതുവസ്ത്രം ധരിക്കലിൽ സുഗന്ധം പൂശുകയല്ലേ ചെയ്യുന്നത്. കല്യാണ ദിവസം നീ പന്തലിൽ വന്ന് അണിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ഒരു നോക്കി കാണാൻ എല്ലാവരും കൂടിയെങ്കിൽ മരണമാകുന്ന ദിവസത്തിനുണ്ടല്ലോ നിന്റെ കൂട്ടുകാര് നിന്നെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ മുഖമൊന്ന് തുറന്നു കാണിക്കുകയാണ്. അവസാനമതാ വാപ്പ വീഴുന്നു, ഉമ്മ വീണു, ഭാര്യതാ മയ്യത്തിന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്, മക്കളതാ വിലപിക്കുകയാണ്. മൈനറിയ തീമാ കണ്ടടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും ഇട്ടതൽ ഗുണമല്ലേ, തിരുമുമ്പിലൊന്ന് പുഞ്ചിരിച്ചവളല്ലേ, വാവിട്ട് നിലവിളിച്ചത് അത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവർ ചുംബനം തന്നില്ലേ, അവൾ അന്യതയിൽ പെട്ടതൽപുറല്ലേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഭാര്യ കരയുന്ന രംഗമാണ്. ആ കരഞ്ഞിട്ടും കാര്യമില്ല, പോയ ജീവനെ തിരിച്ചു വിട്ടാൻ കഴിയില്ല. പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ നമ്മൾ മണിയറയിലേക്ക് നമ്മുടെ ഇനിമാൽ വന്ന ദിവസം പോലെ നമ്മുടെ മനത്തിന്റെ ദിവസത്തിൽ നമ്മൾ ആ കട്ടിലേറി നമ്മുടെ കബറിന്റെ മണിയറയിലേക്ക് എത്തുന്ന ദിവസമുണ്ട്. അവിടെ നമുക്ക് ആരും തന്നെ നമ്മുടെ കൂണ്ടാവില്ല. അവിടെ നമുക്ക് സ്വർഗത്തേക്കായി നമ്മുടെ കബറിടം മാറുമോ? എങ്കിൽ പ്രിയപ്പെട്ട സഹോദര, വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സ്വീകരിച്ചോ, സ്വഹത്ത് മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കിക്കോ. അങ്ങനെ കൃത്യമായി കൊണ്ട് ദീനുൽ ഇസ്ലാമിനെ സ്നേഹിച്ച് സുന്ദരമായ ആ രൂപത്തില്, ഈ രൂപത്തില് വളർത്തമായി സഹോദരങ്ങളെ നമ്മൾ പിന്നെ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിപ്പെട്ടതാണെങ്കിൽ നമുക്ക് സ്വർഗം കണ്ടുകൊണ്ട് കിടക്കാം. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ ആ അവരിൽ ശാന്തമായി കിടക്കാൻ കഴിയില്ല. അവിടെ നമുക്ക് ഭയാനകരമായ ശിക്ഷയായിരിക്കും. ഉയർത്തേനേക്കാളില് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിലേക്ക് വിടുമ്പോ അവർക്കുകൊണ്ട് പ്രിയപ്പെട്ടവര് ആ നരകത്തിന്റെ കാവൽക്കാരടുക്കൽ ചോദിക്കോ, അലം ഏറ്റിക്കുമീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ? അപ്പൊ പറയുന്നത് വന്നിരുന്നു, പക്ഷേ വേണ്ട കഴിവ് ഞങ്ങൾ കൊടുക്കുക, അതിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. അതിനെതിരെ ഞങ്ങൾ ഇതിനെ വിമർശിച്ചു, പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, അള്ളാഹു തന്നെ ബുദ്ധിമുട്ടുകൾ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ഞങ്ങൾ ഈ നരകത്തിൽ അകപ്പെടുകയില്ലല്ലോ എന്നാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആനും സുന്നത്തും കൃത്യമായി പറയുന്ന ഈ സദസ്സിൽ സമൂഹത്തിൽ അള്ളിപ്പിടിച്ച അന്ധവിശ്വാസങ്ങളെ അത് വ്യക്തമായി നമ്മൾ പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് നായിക്കോറിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഏറാ വന്നത്. എനിക്ക് നിൽക്കാനധികം പറ്റൂല, ആ അവസ്ഥയിലാണ് കുറച്ചിൽ കടന്നു വരുന്നത്. ഏതായാലും അല്ലാഹു തആല അത്തരത്തിൽ അവിവേകം കാണിച്ചവർക്ക് പുറത്തു കൊടുക്കട്ടെ. സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും ബാത്തിലിനെ ബാത്തായി തള്ളിക്കളയണം. ഹക്കാണ്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പടച്ചതമ്പുരാൻ തൗഫീഖ് നൽകിയാൽ പടച്ചതമ്പുരാന്റെ മഹായ ദീനിനെ ഊതിക്കെടുത്താൻ ആര് ശ്രമിച്ചാലും നടക്കൂല. അതുകൊണ്ട് കൃത്യമായി സമൂഹത്തെ നിഷ്പക്ഷമതികളായ ജനങ്ങളുടെ പിന്തുണയും പ്രപഞ്ചസത്താവായ പടച്ചതമ്പുരാന്റെ ആത്യന്തികമായ പിന്തുണ ഉപയോഗിച്ച് ഇൻഷാ അല്ലാഹ് ഇതുപോലൊരു പരിപാടി നമുക്ക് പുറത്തുതന്നെ സംഘടിപ്പിക്കണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് കൂടെ നൽകുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിന്നും അതുപോലെ തന്നെയുള്ള നുണപ്രചരണങ്ങളിൽ നിങ്ങൾ ഇസ്ലാമി പ്രസ്ഥാനത്തെ വിലയിരുത്താതെ നിങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കാൻ തയ്യാറാവുക. കൂടുതൽ സമയം എനിക്ക് നീക്കാൻ കഴിയാത്ത ഒരു പ്രയാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ വാക്കിൽ വിരാമം കുറിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ ഒരു അമലായി നമുക്ക് കബൂൽ ചെയ്തുകൊണ്ട് എത്തുമാറാകട്ടെ. അല്ലാഹുവേ, നിങ്ങൾ സംസാര ജനതകളെ സ്വാധീനമുണ്ടാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഖുർആൻ സുന്നത്തിന് വിരുദ്ധമായി പാരമ്പര്യമായി സമൂഹത്തിൽ ഇന്ന് കടന്നു വന്നിട്ടുള്ള അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി സമൂഹം വിട്ടുനിൽക്കാനോ തെളിവുകളുടെ പിൻബലം ജീവിച്ച് അങ്ങനെ സാത്തിൽ മുസ്തഖിമിലൂടെ സ്വർഗത്തിലെത്താനോ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات وقال الهجار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم صل على محمد وعلى ال محمد
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ശബ്ദം അടുത്തു നിന്നും അകലെ നിന്നും കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു ശബ്ദം ആദ്യമായി കേട്ടപ്പോൾ തന്നെ നിങ്ങൾ